എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് 2002-ലും 2025-ലും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. കേരളത്തിൽ ഇപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടിക കൃത്യവും പൂർണ്ണവുമാക്കുന്നതിനുള്ള ഒരു വലിയ നടപടിയാണ് ഇത്. ഈ SIR പ്രോസസ്സിന്റെ ഭാഗമായിട്ട് 2025 നവംബർ 4-നും ഡിസംബർ 4-നും ഇടയിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഏജന്റുമാരായ ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ BLOമാര് നമ്മുടെ വീടുകൾ സന്ദർശിച്ച് നമുക്ക് എന്യൂമറേഷൻ ഫോം നൽകും. 2025 ഒക്ടോബർ 27 ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാരും ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പ് കേരളത്തിലെ SIR നടന്നത് 2002-ലാണ്. അപ്പൊ 2002-ൽ പുറത്തിറക്കിയ വോട്ടർ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയാണ് 2025-ൽ ഈ എന്യൂമറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. 2002-ൽ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിലെ വിശദാംശങ്ങൾ AC നമ്പർ, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നിങ്ങൾ ഈ ഫോമിൽ ഫില്ല് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി 2002-ൽ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അഥവാ നിങ്ങളുടെ രക്തബന്ധം ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ തുടങ്ങിയ ആരെങ്കിലും 2002-ലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ ഈ എന്യൂമറേഷൻ ഫോമിൽ നൽകേണ്ടതായിട്ടുണ്ട്. 2002-ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെയോ നിങ്ങളുടെ ബന്ധുവിന്റെയോ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ceo.kerala.gov.in/voterssearch എന്ന വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ LIC, നമ്മുടെ നിയമസഭാ മണ്ഡലം ഏതാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ നിയമസഭാ മണ്ഡലത്തിൽ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ബൂത്ത് ഏതാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വോട്ടേഴ്സ് നെയിം കോളത്തിൽ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയ സെർച്ച് ക്രൈറ്റീരിയയുമായിട്ട് മാച്ച് ചെയ്യുന്ന റെക്കോർഡുകൾ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ റെക്കോർഡ് വീട്ടുപേരൊക്കെ ഉപയോഗിച്ച് കണ്ടെത്തുക. ഇങ്ങനെ സെർച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. BLOമാര് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ 2002-ലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകും. അവർ നിങ്ങളെ നിങ്ങളുടെ നെയിം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ 2025-ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെ എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് electoralsearch.eca.gov.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് 3 രീതിയിൽ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് സെർച്ച് ബൈ എപ്പിക്, അതായത് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നതാണ് എപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ വോട്ടർ ID കാർഡിന്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി, നിങ്ങളുടെ നെയിം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് തുടങ്ങിയ വിവരങ്ങൾ നൽകി, അതുപോലെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നൽകി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് വോട്ടർ ID കാർഡുമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് ക്യാപ്ചർ കോഡോടെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഡെമോ പർപ്പസിന് വേണ്ടി എപ്പിക് നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ എന്റെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്തു, എന്റെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്തു, താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ചർ കോഡ് കൂടെ ഫില്ല് ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഞാൻ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എന്റെ പേര് ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്റെ എപ്പിക് നമ്പർ, നെയിം തുടങ്ങിയ കാര്യങ്ങൾ, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് 2025-ലെ വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SIR ഫോം ഓൺലൈനിലൂടെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ വൈകാതെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.